الحمد لله الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منكما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ഭയപ്പെട്ടും പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾക്ക് ജീവിത ഇടപാടുകളെ മുഴുവനും വിധേയമാക്കിയും തഖ്വയുടെ പാതയിൽ അവസാന ശ്വാസം വരെയും നിലനിന്നു പോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവന്റെ ഇഷ്ടങ്ങൾക്കൊത്ത് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ, അതുവഴി മുസ്ലിമായി ജീവിക്കാനും മുസ്ലിമായി മരിക്കാനും നാളെ സച്ചരിതരോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാനും അതിലുപരിയായി അല്ലാഹു മുത്തഖീങ്ങൾക്ക് സജ്ജീകരിച്ചു വെച്ചിട്ടുള്ള നാഥന്റെ സ്വർഗം അനന്തരപ്പെടുത്താനുമുള്ള മഹാഭാഗ്യം നൽകി നമ്മെയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബ ഘടനയിലേക്ക് അതിവേഗത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന പൈശാചിക ലിബറലിസത്തിന്റെ അപകടങ്ങളെ സംബന്ധിച്ചും ഇസ്ലാമിന് അതിനോടുള്ള സമീപനത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഈ ലിബറലിസം മനുഷ്യരിൽ നിന്നും വലിച്ചൂരിയെടുത്തുകൊണ്ടിരിക്കുന്ന ലജ്ജാശീലത്തെ സംബന്ധിച്ചും ഈ ലജ്ജ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ വർണ്ണമായ ആ നന്മയുടെ ആ ഗുണത്തിന് ഇസ്ലാം നൽകിയ പ്രാധാന്യത്തെ സംബന്ധിച്ചുമൊക്കെയാണ് കഴിഞ്ഞ 2 ഖുതുബകളിലായി സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. കുടുംബഘടനയെ തകർക്കുക എന്നത് ലിബറലിസത്തിന്റെയും അതിന്റെ ഉപോൽപ്പന്നമായ കമ്പോള സംസ്കാരത്തിന്റെയും അജണ്ടയാണ് എന്ന് നേരത്തെ സൂചിപ്പിക്കേണ്ടായി. ഈ ലിബറൽ ചിന്തകൾ പ്രചരിപ്പിക്കുന്ന കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നത് വ്യക്തി കേന്ദ്രീകൃതമാണ്. ഓരോ വ്യക്തിയുടെയും സുഖവും സന്തോഷവുമാണ് പ്രധാനം എന്ന് പറഞ്ഞാൽ സ്വന്തത്തിലേക്ക് ചുരുങ്ങിയ ഒരുതരം താന്തോന്നിത്വത്തിൻ്റെതായ, അതല്ലെങ്കിൽ ഒരുതരം അവനവനിസത്തിൻ്റെതായ നിലപാട്, തോന്നുന്നത് എന്തും പ്രവർത്തിക്കാം, അതിന് തടസ്സമാകുന്ന നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒന്നും ആവശ്യമില്ലെന്ന വാദം
വ്യക്തികളുടെ സന്തോഷത്തിനും ആനന്ദത്തിനും തടസ്സമായി ഒന്നും ഉണ്ടാകരുത് എന്ന ഈ ലിബറൽ വാദങ്ങൾ ഇന്ന് സ്ത്രീ പുരുഷ ബന്ധങ്ങളിലും ലൈംഗികതയിലും മാത്രമല്ല കുടുംബ ഘടനയിലും വലിയ അപകടങ്ങൾ വരുത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, ദാമ്പത്യത്തിൽ വിള്ളലുകൾ വീണുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, വിവാഹത്തോടും അതിനോടനുബന്ധിച്ച കുടുംബ ജീവിതത്തോടുമുള്ള സമീപനം തന്നെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, പ്രിയമുള്ളവരെ, സത്യവിശ്വാസികൾ എന്ന നിലക്ക് ദീനുൽ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന കുടുംബഘടനയുടെ പ്രാധാന്യം എന്താണ്? വ്യക്തികൾക്ക് കുടുംബ സംവിധാനം നൽകുന്ന നന്മകളും സുരക്ഷിതത്വവും ഒക്കെ എന്താണ് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ വീട്ടകങ്ങളിൽ അതിന്റെ പ്രയോഗവൽക്കരിക്കുകയും സമൂഹത്തിൽ അതിന്റെ സാക്ഷികളായി, അതിനെ പ്രതിനിധീകരിക്കുന്നവരായി നമ്മുടെ കുടുംബങ്ങൾ മാറുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ കുടുംബം എന്ന് പറയുന്നത് കേവലമായ ഒരു സംവിധാനമല്ല, മറിച്ച് അത് പടച്ച റബ്ബ് ഉണ്ടാക്കിയിട്ടുള്ള സംവിധാനമാണ്. മനുഷ്യൻ ഉണ്ടാക്കിയതല്ല കുടുംബം. മനുഷ്യൻ ഉണ്ടാക്കിയ ഒരുപാട് സംവിധാനങ്ങൾ നമുക്കറിയാം. നമ്മൾ തന്നെ പല പാർട്ണർഷിപ്പുകളും LLPകളും LLCകളും സൊസൈറ്റികളും ട്രസ്റ്റുകളും സംവിധാനങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയുള്ള കൂട്ടായ്മകൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ കുടുംബം എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്, അതിന്റെ ആസൂത്രകൻ എന്ന് പറയുന്നത്, അത് സ്ഥാപിച്ചത് മനുഷ്യനല്ല, അത് പടച്ചവൻ ഉണ്ടാക്കിയതാണ്. അല്ലാതെ മനുഷ്യ ജീവിതം ആരംഭിച്ച് അവരുടെ നാഗരിക വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ ഉണ്ടായി തീർന്നതല്ല കുടുംബം. അങ്ങനെ ചില വാദങ്ങളൊക്കെ ഉണ്ട്. അതല്ല യഥാർത്ഥത്തിൽ കുടുംബത്തിന്റെ ആരംഭം എന്ന് പറയുന്നത്. കുടുംബത്തിന്റെ ഉപജ്ഞാതാവ് പടച്ച റബ്ബാണ്. മനുഷ്യാരംഭം മുതൽ തന്നെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സാധിച്ചതാണ്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹ. അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല പറയുന്നത്, നിങ്ങളെ പടച്ചു എന്ന് മാത്രമല്ല പറയുന്നത്, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഇണയെയും സൃഷ്ടിച്ചു റബ്ബ് സുബ്ഹാനഹു വ തആല എന്നാണ് ഖുർആൻ അടിവരയിടുന്നത്. ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ അല്ലാഹു അതിന്റെ കൂടെ അവരുടെ ജീവിതം ആരംഭിക്കുന്നത്, മനുഷ്യ ജീവിതം ആരംഭിക്കുന്നത് ഇണതുണകളായിട്ടാണ്. എന്ന് പറഞ്ഞാൽ കുടുംബ ഘടന അതിന്റെ മനുഷ്യന്റെ ജീവിതാരംഭം മുതലുള്ളതാണ്. ആദം അലൈഹിസ്സലാമിനോട് സ്വർഗത്തിൽ താമസിക്കാൻ ആവശ്യപ്പെടുന്ന സൂറത്തുൽ ബഖറയുടെ ആരംഭത്തിൽ നീയും നിന്റെ ഇണയും അവിടെ താമസിച്ചു കൊള്ളുക എന്നാണ് അള്ളാഹു പറയുന്നത്. പിന്നീട് ഭൂമിയിലേക്ക് അവരെ അയക്കുമ്പോൾ പറഞ്ഞ നിങ്ങൾ ഇരുവരും ഇവിടെ നിന്നും ഭൂമിയിലേക്ക് പോകണം എന്നാണ്. ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോഴും രണ്ടുപേരെയും ഒരുമിച്ചാണ്, അഥവാ ഒരു കുടുംബമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ മനുഷ്യമാസം ആരംഭിക്കുന്നതെന്നാണ്. മാത്രവുമല്ല, കുടുംബത്തെ പടച്ചവൻ തന്നോട് ചേർത്ത് നിർത്തി. നമുക്കറിയാമല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്കൃഷ്ടമായ നാമങ്ങളൊക്കെ, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, ഉത്കൃഷ്ടമായ നാമങ്ങളൊക്കെ പടച്ചവന്റേതാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തനിക്ക് ഏറ്റവും പ്രിയങ്കരമായി സ്വീകരിച്ച നാമം, പടച്ചവന് ഏറ്റവും ഇഷ്ടമുള്ള പേര് റഹ്മാൻ എന്ന പേരാണ്. റഹ്മാൻ, കാരുണികൻ, ദയാനിധി, ദയാലു, പരമദയാലു എന്നൊക്കെ അർത്ഥം വരുന്ന റഹ്മാൻ എന്ന പദമാണ് അള്ളാഹുവിന് തന്റെ പേരുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പദം എന്ന് പറയുന്നത്. സ്വതന്ത്രമായി ആ പേര് മറ്റാരും ഉപയോഗിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല. അത്രത്തോളമാണ് ആ പേര് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമുള്ളത്. പടച്ച റബ്ബ് കുടുംബത്തിന് ഈ റഹ്മാൻ എന്ന പദത്തിന്റെ അടിസ്ഥാനമായ റഹിം എന്ന പദമാണ് കുടുംബത്തെ വിശേഷിപ്പിക്കാൻ കുടുംബത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പദമാണ് നൽകിയിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൽ അലഖ് എന്നൊരു പ്രയോഗമുണ്ട്. അലഖ്, രക്തപിണ്ഡം എന്നാണ് അതിന്റെ പേര്, എന്നതിന്റെ അർത്ഥം. എന്നാൽ ഈ അലഖ് എന്ന പദത്തിന്റെ ഭാഷാർത്ഥം എന്ന് പറയുന്നത് ഒട്ടിപ്പിടിച്ചു നിൽക്കുന്നത് എന്നാണ്. ഗർഭാശയത്തിൽ ഒട്ടിപ്പിടിച്ചു നിൽക്കുന്ന അതിനെയാണ് അലഖ് എന്ന് ഖുർആൻ പ്രയോഗിച്ചിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കുടുംബ ബന്ധത്തെ അള്ളാഹുവിന്റെ അർശുമായിട്ടാണ് ചേർത്ത് നിർത്തിയത്, അർശുമായിട്ടാണ് ബന്ധപ്പെടുത്തിയത്, സിംഹാസനവുമായിട്ടാണ് കുടുംബ ബന്ധത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് നിർത്തിയത്. പടച്ച റബ്ബ് എല്ലാ സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ മനുഷ്യവാസത്തിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഭൂമിയിലേക്ക് വരുമ്പോ
കുടുംബ ബന്ധം മാത്രം അർശിന്റെ ചുറ്റിലും ഇങ്ങനെ കറങ്ങി നടന്നു എന്നാണ്, ഭൂമിയിലേക്ക് പോകാതെ. അപ്പോ അള്ളാഹ് ചോദിച്ചു പോലും എന്തുകൊണ്ടാണ് ഭൂമിയിലേക്ക് പോകാത്തത്? അപ്പൊ കുടുംബ ബന്ധം പടച്ചവനോട് പറഞ്ഞു പോലും എനിക്കൊരു ഉറപ്പ് കിട്ടണം, എനിക്കൊരു ഉറപ്പ് വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഉറപ്പ് നൽകി. എന്തായിരുന്നു ആ ഉറപ്പ്? നീയുമായി ബന്ധം ചേർത്തവനോട് ഞാനും ബന്ധം ചേർക്കും, നീയുമായി ബന്ധം മുറിച്ചവനോട് ഞാനും ബന്ധം മുറിക്കും. ഈ ഒരു ഉറപ്പോട് കൂടിയാണ് കുടുംബ ബന്ധം ഭൂമിയിലേക്ക് വന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ പ്രിയമുള്ളവരെ, ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചപ്പോൾ തന്നെ മനുഷ്യ വംശത്തെ നേരിട്ട് അല്ലാഹുവിന് വേണമെങ്കിൽ സൃഷ്ടിക്കാമായിരുന്നു, ഒരു സമൂഹത്തെ അല്ലാഹുവിനെ സൃഷ്ടിക്കാമായിരുന്നു. പക്ഷെ പടച്ചറപ്പ് തീരുമാനിച്ചത് കുടുംബ സംവിധാനത്തിലൂടെ മനുഷ്യവംശം ഭൂമിയിൽ ഉണ്ടായി വരണം എന്നതാണ്. കുടുംബ സംവിധാനത്തിലൂടെ തന്നെ മനുഷ്യാരംഭം അല്ലാഹു സാധിച്ചു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഈ ഭൂമിയിൽ മനുഷ്യ സമൂഹത്തിന്റെ സമാധാനപൂർണമായ മുന്നോട്ട് പോക്കിന് അനിവാര്യമായി കുടുംബഘടനയെ അല്ലാഹു നിശ്ചയിച്ചു എന്നാണ്. അല്ല, നമ്മുടെ ഓപ്ഷൻ അല്ല. വിവാഹം, ദാമ്പത്യം, കുടുംബം എന്നൊക്കെ പറയുന്നത് നമുക്ക് ഓപ്ഷൻ നൽകിയ ഒരു സംഗതിയല്ല. അത് പടച്ച റബ്ബ് ഭൂമിയിലെ മനുഷ്യവാസത്തിന് നിശ്ചയിച്ച രീതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നല്ല, ഭൂമിയിൽ മനുഷ്യ സമൂഹത്തിന്റെ സമാധാനപരമായ മുന്നോട്ട് പോക്കിന് അനിവാര്യമാണ് കുടുംബഘടന എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചത്. വ്യക്തിയുടെയും സമൂഹത്തിന്റെയും നാടിന്റെയും വളർച്ചയും ഉയർച്ചയും ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടു നിൽക്കുന്നത് കുടുംബഘടനയുമായിട്ടാണ്. ഒരു സമൂഹം മെച്ചപ്പെടാനും നശിക്കാനും കുടുംബഘടനയോട് ആ സമൂഹം സ്വീകരിക്കുന്ന സമീപനം എന്താണ് എന്ന് നോക്കിയാൽ മതി. കെട്ടുറപ്പുള്ള സമാധാനപൂർണമായ കുടുംബഘടന നിലനിൽക്കുമ്പോഴാണ് ഒരു സമൂഹം ശക്തിപ്പെടുക. ഒരു സമൂഹത്തിൽ കുടുംബഘടന ശിഥിലമാണെങ്കിൽ, കുടുംബഘടന ദുർബലമാണെങ്കിൽ ആ സമൂഹം വളരെ പെട്ടെന്ന് തന്നെ ദുർബലമാകും. ആ സമൂഹം വളരെ പെട്ടെന്ന് തന്നെ നാശത്തിലേക്കും തകർച്ചയിലേക്കും അശാന്തിയിലേക്കും എത്തിപ്പെടും എന്ന് നമ്മൾ മനസ്സിലാക്കണം. കുടുംബ സംവിധാനത്തിന് ഇത്രത്തോളം പ്രാധാന്യമുള്ളത് കൊണ്ട് കുടുംബഘടനയുമായി ബന്ധപ്പെട്ട ധാരാളം നിയമങ്ങളും നിർദ്ദേശങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നേരിട്ട് അല്ലാഹു നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. വിശദാംശങ്ങളോടുകൂടി തന്നെ നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ മനുഷ്യ ജീവിതത്തിന്റെ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമങ്ങൾ നൽകുമ്പോൾ അതിന്റെ അടിസ്ഥാനങ്ങൾ നൽകുന്ന രീതിയാണ്, അടിസ്ഥാന തത്വങ്ങൾ മാത്രം നൽകുന്ന രീതിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊതുവിൽ സ്വീകരിച്ചിരിക്കുന്നത്. പടച്ചവനും മനുഷ്യനും തമ്മിലുള്ള അനിവാര്യമായ ബന്ധം, അല്ലെങ്കിൽ ആ ബന്ധത്തിന്റെ താല്പര്യമായി കൊണ്ട് നിശ്ചയിക്കപ്പെട്ട ആരാധനകളുടെ കാര്യത്തിൽ പോലും ഇതാണ് അല്ലാഹു സ്വീകരിച്ച രീതി എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനങ്ങൾ മാത്രമേ ഖുർആനിൽ നൽകുകയുള്ളൂ. ബാക്കിയൊക്കെ വിശദാംശങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമസ്കാരമായാലും നോമ്പായാലും സക്കാത്തിന്റെ കാര്യമായാലും ഒക്കെ വളരെ കുറഞ്ഞ അതിന്റെ അടിസ്ഥാനങ്ങൾ മാത്രമാണ് ഖുർആനിലുള്ളത്. ബാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ചെയ്ത് കാണിച്ചു തരികയാണ്. അതുകൊണ്ടാണ് ഖുർആനും സുന്നത്തും ചേർത്ത് വെച്ചാൽ മാത്രമേ ഒരു മനുഷ്യന് മുസ്ലിമായി ജീവിക്കാൻ കഴിയൂ എന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ അതേസമയം ചില കാര്യങ്ങൾ, ചില മേഖലകളിൽ വിശദാംശങ്ങളോടുകൂടി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ധാരാളം നിയമങ്ങളും നിർദ്ദേശങ്ങളും നൽകിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കുടുംബവുമായി ബന്ധപ്പെട്ടത് നമുക്ക് കാണാം. ഒരുപാട് വിശുദ്ധ ഖുർആനിലെ ഒരുപാട് പേജുകളിൽ വിവാഹവുമായി ബന്ധപ്പെട്ട്, ദാമ്പത്യവുമായി ബന്ധപ്പെട്ട്, കുടുംബവുമായി ബന്ധപ്പെട്ട്, മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട്, ത്വലാഖുമായി ബന്ധപ്പെട്ട്, അനന്തരാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞാൽ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾക്ക് വേണ്ടി ധാരാളം പേജുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നീക്കി വെച്ചിട്ടുണ്ട്. അത് കുടുംബ സംവിധാനത്തിന് പടച്ചവൻ നൽകിയ പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾ കുടുംബബന്ധം നിലനിർത്തണം എന്ന ഒരു കേവലമായ നിർദ്ദേശം നൽകുകയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയും ദീനുൽ ഇസ്ലാം ചെയ്യുന്നത്. മറിച്ച് ഒരാളുടെ ഉള്ളിലെ ഈമാനിനോടും അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ പരലോകത്തെ വിജയപരാജയങ്ങളോടും ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും കുടുംബ സംബന്ധമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത് എന്ന് നമ്മൾ അറിയണം. നമുക്കറിയാമല്ലോ, ഒരു സത്യവിശ്വാസിയുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? നമ്മളൊക്കെ ഈ ദുനിയാവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്തൊരു സ്വപ്നവും കൊണ്ടാണ്. എവിടെയാണ് നമുക്ക് അവസാനമായി എത്തിച്ചേരാനുള്ള ഇടം എന്ന് പറയുന്നത്?
നമുക്കാർക്കും ഒരു അവ്യക്തതയുമില്ല, ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം നമുക്കൊക്കെ കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ട്, കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. അള്ളാഹുവിന്റെ സ്വർഗത്തിൽ എത്തുക. പടച്ചവൻ നൽകിയ ആയുസ്സും ആരോഗ്യവും സമയവും സമ്പത്തും സൗകര്യങ്ങളും കൊണ്ട് നമുക്ക് എത്തിച്ചേരാനുള്ളത് അള്ളാഹുവിന്റെ സ്വർഗമാണ്. ആ സ്വർഗത്തിലാണ്. അങ്ങനെ ആ സ്വർഗത്തിൽ എത്തിച്ചേരണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ നമ്മൾ അതിനുവേണ്ടി എത്ര തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്താലും, എത്ര തന്നെ അമല സ്വാലിഹാത്തുകൾ കൊണ്ട് നമ്മുടെ ആയുസ്സിനെ നമ്മൾ ധന്യമാക്കിയാലും, കുടുംബബന്ധം മുറിച്ചവനാണെങ്കിൽ നമ്മുടെ സ്വർഗ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയില്ല, സ്വർഗത്തിന്റെ സുഗന്ധം നമുക്ക് അനുഭവിക്കാൻ സാധ്യമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. ലാ യദ്ഖുലുൽ ജന്നത ഖാതിബുൻ, കുടുംബബന്ധം മുറിച്ചവന് സ്വർഗത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല എന്ന്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ നമ്മൾ കുടുംബബന്ധം എന്ന് പറയുമ്പോൾ അത് കേവലം മാതാപിതാക്കളും സഹോദരങ്ങളും മക്കൾ എന്ന ഈ പരിമിതമായ വൃത്തത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കുടുംബബന്ധത്തെ കുറിച്ചല്ല ഇസ്ലാം പറയുന്നത്. പിതാവ് വഴിയുള്ള ബന്ധങ്ങൾ, മാതാവ് വഴിയുള്ള ബന്ധങ്ങൾ, മക്കൾ വഴി ഉണ്ടാകുന്ന ബന്ധങ്ങൾ, ഇങ്ങനെയുള്ള ഈ വഴികളിലൂടെ ഒക്കെയുള്ള കുടുംബക്കാരെല്ലാം ഉൾപ്പെട്ടുകൊണ്ടുള്ള വിശാലമായ ഒരു കുടുംബത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് ദീനുൽ ഇസ്ലാം നമുക്ക് സമർപ്പിച്ചു തരുന്നത്. ഈ കുടുംബ ബന്ധങ്ങളെയൊക്കെ നിലനിർത്തുക എന്നതിന് വളരെ വലിയ പ്രാധാന്യമാണ് അള്ളാഹുവും വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, പല കാരണങ്ങൾ കൊണ്ട് കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ കുടുംബ ബന്ധങ്ങൾ മുറിക്കപ്പെട്ട ജീവിതങ്ങളാണ് പലപ്പോഴും കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഗൗരവപ്പെട്ട രീതിയിൽ, വളരെ വളരെ കണിശമായ രീതിയിൽ നാം നമ്മെ വിചാരണക്ക് വിധേയമാക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. കുടുംബ ബന്ധം തകരാതെ സൂക്ഷിക്കുക എന്നതാണ് നമ്മൾ ഒന്നാമതായി ശ്രദ്ധിക്കാനുള്ളത്. കുടുംബ ബന്ധങ്ങൾ തകരാതെ നോക്കണം, കുടുംബ ബന്ധങ്ങൾ ദുർബലമാകാതെ നമ്മൾ സംരക്ഷിക്കണം. ഇനി വല്ല കാരണവശാലും ആ കുടുംബ ബന്ധങ്ങളിൽ വല്ല വിള്ളലുകളും വിടവുകളും ഉണ്ടായാൽ എന്ത് വില കൊടുത്തും എത്ര സാഹസപ്പെട്ടും അത് കൂട്ടിയോജിപ്പിക്കുവാനാണ് സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ശ്രമിക്കേണ്ടത്, താമസം കൂടാതെ. അപ്പൊ പലരും പറയാനുള്ള ഒരു ന്യായം, കുടുംബ ബന്ധങ്ങൾ അകലുന്നതിൽ, അങ്ങനെ കുടുംബങ്ങളുമായി പിണങ്ങി നിൽക്കുന്നതിൽ, അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുമ്പോൾ പലരും പറയാറുള്ള ഒരു ന്യായം, അത് നമ്മുടെ തകരാറ് കൊണ്ടല്ല, അവരുടെ പ്രശ്നമാണ്, തെറ്റ് അവരുടെ ഭാഗത്താണ്. പ്രിയമുള്ളവരെ, തെറ്റ് നമ്മുടെ ഭാഗത്തല്ലെങ്കിൽ കൂടി നമ്മൾ സ്വയം താഴ്ന്നു കൊടുത്തുകൊണ്ട്, നമ്മൾ സ്വയം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അറ്റുപോയ കണ്ണിയെ കൂട്ടിയോജിപ്പിക്കുവാനാണ് ദീനുൽ ഇസ്ലാം നമ്മോട് ആവശ്യപ്പെടുന്നത്. പലപ്പോഴും നമ്മൾ വിചാരിക്കും അത് നമ്മുടെ ഒരു അന്തസ്സിന് ചേർന്നതല്ല, അത് നമ്മുടെ ഒരു അന്തസ്സിന് നമ്മുടെ ഒരു കുടുംബ മഹിമക്ക് ചേർന്നതല്ല. ആരാണ് ഈ അന്തസ് മനുഷ്യന് നൽകുന്നത്? എവിടെ നിന്നാണ് നമുക്ക് ഈ അന്തസ് കിട്ടിയത്? എങ്ങനെയാണ് നമ്മുടെ കുടുംബം വലിയ പേര് കേട്ട കുടുംബമായി തീർന്നത്? നമ്മൾ കൊണ്ടുവന്നതാണോ? ആരാണ് ഒരു മനുഷ്യന് അന്തസ് നൽകുന്നത്? ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തൂത്തിൽ മുൽക മൻ തശാഉ വതുത്തിൽ മുൽക മൻ തശാഉ വതശാഉ വതൻസിമുൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ ബിയദിക്കൽ ഖൈർ. അന്തസ് നൽകുന്നതും ഒരു മനുഷ്യനെ അന്തസ്സുള്ളവനാക്കുന്നതും നിന്ദ്യനാക്കുന്നതിനും പതിതനാക്കുന്നതിനും ഒക്കെ അതിന്റെയൊക്കെ അതോറിറ്റി ആരാണ്? പ്രിയമുള്ളവരെ, അത് നമ്മൾ സ്വയം ഉണ്ടാക്കുന്നതാണോ അതോ പടച്ചവൻ നൽകുന്നതാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അതൊക്കെ പടച്ചവൻ നൽകുന്നത് എന്നാണ്. അന്തസ് നൽകുന്നതും ഇല്ലാതാക്കുന്നതും എടുത്തു കളയുന്നതും ഒക്കെ പടച്ചവനാണ്. നമ്മൾ ഈ സുബഹി നമസ്കാരത്തിന് ഖുനൂത്ത് നിലവിലുള്ള പള്ളികളിൽ അതിന്റെ ചില വചനങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. വഇന്നഹു ലാ യസില്ലു മൻ ബാലൈത് വലാ യഇസ്സു മൻ ആദൈത്. പടച്ചവനെ, നീ രക്ഷാധികാരം ഏറ്റെടുത്തു കഴിഞ്ഞാൽ, നീ ഒരാളെ സംരക്ഷിക്കാൻ തീരുമാനിച്ചാൽ അവൻ പിന്നെ ഒരിക്കലും നിന്ദ്യനാവുകയില്ല. നീ ഒരാളുടെ ശത്രുപക്ഷത്ത് നിർത്തിയാൽ അവൻ ഒരു കാരണവശാലും പിന്നെ അന്തസ്സ് ലഭിക്കുകയുമില്ല. ഒരു യാഥാർത്ഥ്യമാണത്, അതൊരു യാഥാർത്ഥ്യമാണ്. നമുക്ക് അന്തസ്സ് നൽകാൻ അതോറിറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നതിന് വേണ്ടി, അറ്റുപോയ കുടുംബ ബന്ധങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ വിട്ടുവീഴ്ച ചെയ്താൽ നമ്മുടെ അന്തസ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കുടുംബ ബന്ധം തകരാതിരിക്കാൻ, അങ്ങനെ അഥവാ വല്ല വിള്ളലുകളും വീണാൽ അതിനെ കൂട്ടിയോജിപ്പിക്കാൻ സാധ്യമാകുന്ന എല്ലാ ശ്രമങ്ങളും സ്വയം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ചെയ്യുവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്.
കുടുംബ ബന്ധങ്ങളെ സൂക്ഷിക്കാൻ അല്ലാഹു പറയുന്ന ശൈലി നമ്മൾ പരിശോധിക്കണം ഖുർആനിൽ. യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅൻ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. വല്ലാത്തൊരു പ്രയോഗമാണ്. നിങ്ങളെ സൃഷ്ടിച്ച നാഥനെ നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഇണയെ സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. അതിന്റെ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. ശ്വാസം വിടാനുള്ള അനുവാദം, വഖഫിനുള്ള അനുവാദം തജ്വീദിന്റെ പണ്ഡിതന്മാർ അതിനിടയിൽ നൽകിയിട്ടില്ല. ഏതിനിടയിൽ? അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ അതിനോട് ചേർത്തുകൊണ്ടാണ് വൽ അർഹാം, കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണം. ഇത് രണ്ടിനുമിടയിൽ ശ്വാസം വിടാനുള്ള അനുവാദമില്ല, നിർത്തി ഓതാനുള്ള അനുവാദം തജ്വീദിന്റെ പണ്ഡിതന്മാർ നൽകിയിട്ടില്ല. തഖ്വയോടുകൂടിയുള്ള ജീവിതം ഒരു മനുഷ്യന്റെ ദുനിയാവ് മെച്ചപ്പെടാനും പരലോകത്ത് രക്ഷപ്പെടാനും അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിയവരാണ് നമ്മൾ, അല്ലെ? ഒരു മനുഷ്യന്റെ ദുനിയാവിൽ സമാധാനമുള്ള ഒരു ജീവിതം, പരലോകത്ത് പടച്ചവന്റെ സ്വർഗം, ഇതിന് വിശുദ്ധ ഖുർആൻ ദീനുൽ ഇസ്ലാം നമ്മോട് പറയുന്ന തഖ്വയോടുകൂടിയുള്ള ജീവിതമാണ് അതിന്റെ വഴി എന്നാണ്, അല്ലെ? അപ്പോ ഒരു മനുഷ്യന്റെ ദുനിയാവ് രക്ഷപ്പെടാനും പരലോകത്ത് സ്വർഗം ലഭിക്കാനും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും ജീവിതത്തിൽ വന്നു പോകാതിരിക്കാനുള്ള ഒരു ജാഗ്രത പാലിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുക എന്ന് ആവശ്യപ്പെട്ട അതേ ഖുർആൻ അതിനോട് ചേർത്തുകൊണ്ട് വൽ അർഹാം, കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ മനുഷ്യന് ദുനിയാവിൽ സമാധാനത്തോടു കൂടി ജീവിക്കാൻ മാത്രമല്ല പരലോകത്ത് നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ സുഗന്ധം അനുഭവിക്കണമെങ്കിലും ഈ കുടുംബ ബന്ധം കാത്തു സൂക്ഷിച്ചുകൊണ്ട് കുടുംബഘടനയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ സാധ്യമാകൂ എന്ന് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ കുടുംബഘടനയെ കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കുടുംബ ജീവിതത്തിന്, കുടുംബ ബന്ധത്തിന് വിള്ളലുണ്ടാക്കുന്ന ഒരു കാര്യം പോലും നമ്മിൽ നിന്നും വന്നു പോകാതിരിക്കാനുള്ള ജാഗ്രത നമ്മൾ പുലർത്തുക എന്നതാണ്. ഒരാൾ തന്റെ കുടുംബ ബന്ധം മുറിച്ചാൽ അവരുമായുള്ള ബന്ധം അള്ളാഹു മുറിച്ചു കളയുമെന്നതാണ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ, കുടുംബ ബന്ധം ഭൂമിയിലേക്ക് വരാൻ വേണ്ടി പടച്ചറപ്പ് കൊടുത്ത ഒരു ഉറപ്പ് അതാണ്. അർശിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്ന കുടുംബ ബന്ധത്തിന് അള്ളാഹു കൊടുത്ത ഉറപ്പ്, നീയുമായി ബന്ധം ചേർക്കുന്നവരോട് ഞാനും ബന്ധം ചേർക്കും, നീയുമായി ബന്ധം മുറിക്കുന്നവരോട് ഞാനും ബന്ധം മുറിക്കും എന്നതാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്, നീയുമായി ബന്ധം ചേർക്കും, കുടുംബ ബന്ധം ചേർത്തവനോട് ഞാനും ബന്ധം ചേർക്കും. ആരെങ്കിലും നീയുമായി ബന്ധം മുറിച്ചാൽ അവനുമായുള്ള ബന്ധം ഞാനും മുറിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഴി നമുക്ക് അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത് ഈ ലോകത്തും ദുനിയാവിലും പരലോകത്തും നമുക്ക് വിജയിക്കണമെങ്കിൽ പടച്ചവന്റെ കാരുണ്യം അനിവാര്യമാണല്ലോ. അള്ളാഹുവിന്റെ റഹ്മത്തില്ലാതെ നമുക്ക് ഈ ദുനിയാവിൽ രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ, പരലോകത്ത് വിജയിക്കാനും സാധ്യമല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, കുടുംബബന്ധം മുറിച്ചയാളുടെ കൂട്ടത്തിലേക്ക് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ മലക്കുകൾ ഇറങ്ങുകയില്ല എന്നതാണ്. റഹ്മാന്റെ റഹ്മത്തില്ലാത്ത ഒരു അവസ്ഥയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? അള്ളാഹുവിന്റെ കാരുണ്യമില്ലാതെ നമുക്ക് ഈ ഭൂമിയിൽ എന്തെങ്കിലും സാധ്യമാകുമോ? അള്ളാഹുവിന്റെ കാരുണ്യത്തിനുള്ള അർഹത നമുക്ക് ലഭിക്കണമെങ്കിൽ കുടുംബ ബന്ധത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ന് മാത്രവുമല്ല, നമ്മൾ എന്തൊക്കെ അമലുകൾ ചെയ്താലും ആ അമലുകൾ അള്ളാഹുവിന്റെ അടുത്ത് സ്വീകരിക്കപ്പെടണമെങ്കിൽ ഈ കുടുംബ ബന്ധം ശക്തിപ്പെട്ട അവസ്ഥയിൽ മാത്രമേ, കുടുംബബന്ധം നിലനിർത്തപ്പെട്ട അവസ്ഥയിൽ മാത്രമേ സാധ്യമാകൂ എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുകയാണ്. കുടുംബ ബന്ധം മുറിച്ചവന്റെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയരുകയില്ല. ഇന്ന അഅ്മാല ബനി ആദം എല്ലാ വെള്ളിയാഴ്ച രാവുകളിലും അഥവാ വ്യാഴാഴ്ച ദിവസങ്ങളിൽ, വ്യാഴാഴ്ചയും ആദം സന്തതികളുടെ അമലുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുമെന്നാണ്, പടച്ചവന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുമെന്നാണ്. പക്ഷേ അതിൽ കുടുംബ ബന്ധം മുറിച്ചവന്റെ അമലുകൾ ഒട്ടും തന്നെ പരിഗണിക്കുകയില്ല. അത് ആ ഫയൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറക്കണ്ട എന്ന് പറയുന്നതാണ്. ആ ഫയൽ തുറക്കുന്നത് പോലും അല്ലാഹു അനുവദിക്കുകയില്ല. കുടുംബ ബന്ധം മുറിക്കപ്പെട്ട അവസ്ഥയിൽ ഒരാളുടെ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിഞ്ഞു നോക്കുകയില്ല, പരിഗണിക്കുകയില്ല എന്നാണ്. എന്ന് മാത്രവുമല്ല, കുടുംബ ബന്ധം മുറിക്കുന്നവർക്ക് പടച്ചവന്റെ ഭാഗത്തുള്ള താക്കീത് അള്ളാഹുവിന്റെ ശാപത്തിന് അവർ അർഹരായി തീരും എന്നത് കൂടിയാണ്.
അള്ളാഹുവിന്റെ ശാപത്തിന് അർഹമായി തീരും എന്നത് കൂടിയാണ്. ഫഹൽ അസൈതും ഇൻ തവല്ലൈതും അൻ തുഫ്സിദു ഫിൽ അർദ് വതുഖത്തിഉ അർഹാമകും ഉലൈക അല്ലദീന ലഅനഹുമുല്ലാഹ് ഫഅസമ്മഹും വഅഅമ അബ്സാറഹും. അവർ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ, പ്രവാചകരെ താങ്കളുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ഒക്കെ അവഗണിച്ചുകൊണ്ട് അവർ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ അവരെന്താണ് പിന്നെ ചെയ്യാനുള്ളത്? ഭൂമിയിൽ നാശം വരുത്തുകയും കുടുംബ ബന്ധങ്ങളെ മുറിച്ചു കളയുകയും ഒക്കെ ചെയ്യുക എന്നതല്ലാതെ എന്താണ് അവരിൽ താങ്കൾക്ക് പ്രതീക്ഷിക്കാനുള്ളത്? ഉലൈക അല്ലദീന ലഅനഹുമുല്ലാഹ്, അവരെ കാത്തിരിക്കുന്നത് പടച്ചവന്റെ ശാപമാണ്. അന്ധരും ബധിരനുമായ അവസ്ഥയാണ് അവരെ കാത്തിരിക്കുന്നത്. അള്ളാഹുവിന്റെ ശാപത്തിലേക്ക് അവർ അടുക്കുക എന്നതാണ് അതുകൊണ്ട് സംഭവിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ആവർത്തിച്ചു പറയുന്നത്, കുടുംബ ബന്ധത്തെ ശക്തിപ്പെടുത്താൻ, കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കാൻ, മുറിഞ്ഞുപോയ ബന്ധങ്ങളെ വിളക്കി ചേർക്കാൻ നമ്മൾ ആരും മടിക്കേണ്ടതില്ല. അതുകൊണ്ട് നമ്മുടെ ആരുടെയും അന്തസ്സിനൊരു കുറവ് സംഭവിക്കുകയില്ല. നമുക്ക് ദുനിയാവിൽ ഖൈർ അതാണ്, പരലോകത്ത് വിജയിക്കണമെങ്കിലും അത് അനിവാര്യമാണ്. നമ്മൾ ആലോചിക്കണം. കുടുംബബന്ധം മുറിക്കാതിരിക്കാൻ ജാഗ്രത പുലർത്തണമെന്ന് മാത്രമല്ല ദീനുൽ ഇസ്ലാം പറയുന്നത്, മറിച്ച് അത് ചേർക്കാൻ, അത് കൂടുതൽ ശക്തിപ്പെടുത്താൻ, അത് ശക്തമായി നിലനിർത്താനും കൂടിയുള്ള ആഹ്വാനമാണ് പ്രവാചകനും വിശുദ്ധ ഖുർആനും ഒക്കെ ചെയ്യുന്നത്. ഇതിനെ ഈമാനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് റസൂലുള്ളാഹ് അവതരിപ്പിക്കുന്നത്. നമ്മുടെ ഈമാനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയസിൽ റഹിമഹു. വളരെ ചോദിക്കേ, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് പരലോക വിചാരമുണ്ടെങ്കിൽ, അള്ളാഹുവിനും അന്ത്യദിനത്തിലും നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഫൽയസിൽ റഹിമഹു, അവർ കുടുംബ ബന്ധം ചേർത്തുകൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഈമാനിന്റെ തേട്ടമാണ്, ഒരാൾക്ക് ഈമാൻ ഉണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു മാനദണ്ഡമാണ് കുടുംബ ബന്ധങ്ങളോടുള്ള അവന്റെ സമീപനം എന്താണ് എന്ന്. അങ്ങനെ കുടുംബ ബന്ധം ചേർക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നത് നരകത്തിൽ നിന്നുള്ള മോചനവും സ്വർഗത്തിൽ ഇടവുമാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. നരകത്തിൽ നിന്നുള്ള മോചനവും സ്വർഗത്തിൽ നിന്ന് സ്വർഗ പ്രവേശനവും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഓഫർ ചെയ്യുകയാണ്. അബി അയ്യൂബ് റളിയല്ലാഹു അൻഹു قال جاء رجل الى النبي صلى الله عليه وسلم فقال دلني على عمل. പ്രവാചകരെ, എനിക്കൊരു അമലിനെ കുറിച്ച് അറിയിച്ചു തരണം. എന്താണ് അമലിന്റെ പ്രത്യേകത? അത് എന്നെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കണം, നരകത്തിൽ നിന്ന് അകറ്റുകയും ചെയ്യണം. സ്വർഗത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് അകറ്റുന്നതുമായ ഒരു അമലിനെ കുറിച്ച് പ്രവാചകരെ താങ്കൾ എനിക്ക് പറഞ്ഞു തരണം എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അഅ്ബുദുല്ലാഹ ലാ തുശ്രിക ബിഹി ശൈഅ. നീ അള്ളാഹുവിന് ജീവിതം വഴിപ്പെടണം. പടച്ചവന്റെ ആജ്ഞാ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നീ ജീവിക്കണം. അവനല്ലാതെ ഒരാൾക്കും നീ അള്ളാഹുവിനെ നീ പങ്കുകാരാക്കരുത്. നീ നമസ്കാരം നിലനിർത്തണം. സക്കാത്ത് നീ നൽകണം. നീ ബന്ധങ്ങൾ ചേർക്കണം, കുടുംബ ബന്ധങ്ങൾ നീ ചേർക്കണം. ഫലമ്മ അതുപറ കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ തിരിഞ്ഞു പോയപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇൻ തമസ്സക ബിമാ ഉമിറ ബിഹി ദഖലൽ ജന്ന. ഈ കാര്യങ്ങൾ അയാൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സംശയവും വേണ്ട, അയാൾ സ്വർഗം നേടിയിരിക്കുക തന്നെ ചെയ്യും, സ്വർഗത്തിൽ അയാൾ പ്രവേശിക്കുക തന്നെ ചെയ്യുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൂടെയുള്ളവരോട് പറയുകയാണ്. ബന്ധം ശക്തിപ്പെടുത്താനുള്ള വഴികളെ കുറിച്ച് റസൂലുള്ളാഹി മറ്റൊരു സന്ദർഭത്തിൽ പറയുകയുണ്ടായി, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, നിങ്ങൾ അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാം വർദ്ധിപ്പിക്കുക, സലാം വ്യാപിപ്പിക്കുക. ഭക്ഷണം നൽകുക ബന്ധം വർദ്ധിപ്പിക്കാനുള്ള വഴിയായി പറയുകയാണ്. വസിലുൽ അർഹാം, കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ ചേർക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ തദ്ഖുലുൽ ജന്നത്തി ബിസലാം, നിങ്ങൾക്ക് വളരെ സമാധാനത്തോടു കൂടി വളരെ ശാന്തമായി നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സ്വർഗം അനന്തരമെടുക്കാൻ കഴിയും എന്നാണ്. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും കേവലം പരലോകത്തെ പ്രതിഫലത്തെ കുറിച്ചാണ്, സ്വർഗപ്രവേശനത്തെ സംബന്ധിച്ചാണ്, കേവലം ഒരു പരലോകത്ത് പ്രതിഫലം കിട്ടുന്ന ഒരു സംഗതിയെ കുറിച്ചാണല്ലോ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട അധ്യാപനങ്ങൾ. അത് മാത്രവുമല്ല, പരലോകത്തെ സ്വർഗം മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത്, മറിച്ച് ദുനിയാവിലും ഒരുപാട് സൽഫലങ്ങൾ ഉണ്ടാകുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അറിയിക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബ ബന്ധം ചേർത്തവർക്ക് വാഗ്ദാനം നൽകുകയും ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. മൻ അഹബ്ബ അൻ യുബസത്ത ലഹു ഫീ റിസ്ഖിഹി, സ്വന്തം ഒരാൾക്ക് റിസ്ഖിൽ ബർക്കത്ത് ഉണ്ടാകണമെന്ന്, റിസ്ഖിൽ ഖൈറും ബർക്കത്തും ഉണ്ടാകണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫൽയസിൽ റഹിമഹു, അവർ തന്റെ കുടുംബ ബന്ധങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളട്ടെ, കുടുംബ ബന്ധങ്ങൾ ചേർത്തുകൊള്ളട്ടെ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിച്ചു വരുന്നത് കുടുംബഘടനയെ തകർക്കുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന
ലിബറൽ കാഴ്ചപ്പാടുകൾ നമ്മുടേതായ കുടുംബഘടനയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ കുടുംബഘടനയെ ശക്തിപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ, ബോധപൂർവമായ ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ലിബറൽ ശക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി കേന്ദ്രീകൃതമായ വ്യക്തി സുഖദുഃഖങ്ങളിലേക്ക് ചുരുണ്ടുപോയ, വരണ്ടുപോയ മനസ്സുകളുടെ ഉടമകളായി മാറിയ, അങ്ങനെ സ്വന്തം സുഖദുഃഖങ്ങളുടെ ലോകത്ത് മാത്രം കഴിഞ്ഞുകൂടുന്ന, സ്വന്തം സുഖാസ്വാദനങ്ങളുടെ കാര്യത്തിൽ നിയന്ത്രണങ്ങളെയും അതുപോലെ തന്നെ നിയമങ്ങളെയും ഒക്കെ നിരാകരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് കുടുംബഘടനയെ ശക്തിപ്പെടുത്തുക എന്നത് ഈ സാംസ്കാരിക ലിബറലിസത്തിനെതിരുള്ള ചെറുത്തുനിൽപ്പിന്റെ കൂടി ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു നിയന്ത്രണമില്ലാത്ത ലോകം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ അത്ര സുഖകരമായ ജീവിതമല്ല. നിയന്ത്രണങ്ങളും നിയമങ്ങളും നമ്മുടെ ജീവിതത്തെ കൂടുതൽ സുന്ദരവും മനോഹരമാക്കുകയാണ് ചെയ്യുക. ഇത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. ഇപ്പൊ ഒരു ഫുട്ബോൾ മത്സരം നമുക്ക് വളരെ സുപരിചിതമാണ്. ഒരു ഫുട്ബോൾ മത്സരത്തിൽ കുറെ നിയമങ്ങൾ ഉണ്ടാവും. ആ ഫുട്ബോൾ മത്സരത്തിന് റഫറി ഉണ്ടാകും, ഫിഫയുടെ കുറെ നിയമങ്ങൾ ഉണ്ടാകും. ആ മത്സരത്തിനിടയിൽ ആ റഫറി ചിലപ്പോ മഞ്ഞ കാർഡ് എടുക്കും, ചിലപ്പോ ചുവപ്പ് കാർഡ് എടുക്കും. ചിലപ്പോൾ ഒരു കളിക്കാരന് ഒരു കളിയിൽ വിലക്ക് ഏർപ്പെടുത്തേണ്ടി വരും. ചിലപ്പോൾ ചില കളിക്കാർക്ക് ഗുരുതരമായ ആ നിയമലംഘനങ്ങൾക്ക് കാലാകാലം ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തേണ്ടി വരും. ഇങ്ങനെയൊക്കെ ആ കളിയിലെ ചില നിയമങ്ങളും വ്യവസ്ഥകളുമാണ് ഒരു ഫുട്ബോൾ കളിയെ മനോഹരമാക്കുന്നതെങ്കിൽ നിയന്ത്രണങ്ങളും നിയമങ്ങളും വിധിവിലക്കുകളും ഒക്കെ ജീവിതത്തെ സുന്ദരമാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നല്ല ഒരു തിരക്കുള്ള ഒരു ജംഗ്ഷൻ, 4 ഭാഗത്തേക്കും വാഹനങ്ങൾ പോകുന്ന ഒരു ജംഗ്ഷൻ അല്ലെ, വാഹനങ്ങൾ ഇങ്ങനെ ധാരാളമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ആളുകൾ നടന്നു പോകുന്നു. അവിടെ ഒരു സിഗ്നൽ ഇല്ലാന്ന് കരുതുക, ഒരു ട്രാഫിക് പോലീസും ഇല്ല, ഈ വാഹനങ്ങൾക്കൊന്നും ഒരു നിയന്ത്രണവും ഇല്ലാതെ എങ്ങോട്ടും എപ്പോഴും ഏത് സമയത്തും ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് കടന്നു പോകാനുള്ള ഒരു സംവിധാനമാണെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുക? നിരന്തരമായ കൂട്ടിമുട്ടലുകൾ, അപകടങ്ങൾ, മനുഷ്യജീവനുകൾ നഷ്ടപ്പെടലുകൾ അല്ലെ, സ്വാഭാവികമല്ലേ? അപ്പൊ നിയമങ്ങൾ, നിയന്ത്രണങ്ങൾ, വ്യവസ്ഥകൾ, ചിട്ടകൾ, മര്യാദകൾ എന്നതൊക്കെ ഇവിടെ മനുഷ്യ ജീവിതം സുഗമമായി മുന്നോട്ട് പോകുന്നതിന് അനിവാര്യമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനുഷ്യൻ എന്ന് പറയുന്നത് സ്വതന്ത്രമായി സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ സ്വയം തീരുമാനിച്ചു കൊണ്ടുപോകേണ്ട ഒരു സൃഷ്ടിയല്ല. മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു പ്രൊഡക്റ്റാണ്. ഏതൊരു പ്രൊഡക്റ്റും ഉപയോഗിക്കേണ്ടത് അതിന്റെ നിർമ്മാതാവിന്റെ കാറ്റലോഗ് അനുസരിച്ചാണെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കേണ്ടത് ഇതിന്റെ നിർമ്മാതാവായ, ഇതിന്റെ മാനുഫാക്ചറായ പടച്ചറപ്പിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ചാണ്. അപ്പോഴാണ് ഇതിന്റെ സുഗമമായ മുന്നോട്ട് പോക്ക് സാധ്യമാവുക. ദുനിയാവിൽ സമാധാനമുള്ള ജീവിതവും വ്യക്തി ജീവിതവും കുടുംബ ജീവിതവും മനോഹരമായ ഒരു സമൂഹത്തിന്റെ സൃഷ്ടിയും ഒക്കെ സാധ്യമാകുന്നിടത്ത് മനുഷ്യൻ അവനെ സൃഷ്ടിച്ച പടച്ചവന്റെ വിധിവിലക്കുകൾക്കും നിയമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും കീഴ്പ്പെടുക മാത്രമേ വഴിയുള്ളൂ എന്ന് അടിവരയിട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഇത് സ്വന്തം കുടുംബങ്ങളിൽ നമ്മൾ പ്രയോഗവൽക്കരിക്കണം. സമൂഹത്തിൽ ഇസ്ലാമിക കുടുംബ ജീവിതത്തിന്റെ മനോഹരമായ റെപ്രസെന്റേഷൻ നിർവഹിക്കുവാൻ, പ്രതിനിധാനം നിർവഹിക്കുവാനും നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് എനിക്കും നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും.